നമസ്കാരം. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും ഇറാനിലേക്ക് ആക്രമണം ആരംഭിച്ചതിൻ്റെ അതേ ദിവസം തന്നെയാണ് അവിടുത്തെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടത്. അതിന് തൊട്ട് പിന്നാലെ തന്നെ ഇറാൻ അവരുടെ പുതിയ പരമോന്നത നേതാവായി അയത്തുള്ള അലി ഖമേനിയുടെ മകനായ മുസ്തഫ ഖമേനിയെ നിയോഗിക്കുകയും ചെയ്തു. പക്ഷേ മുസ്തഫ ഖമേനി എവിടെയാണ് എന്നുള്ള ചോദ്യമാണ് ഇപ്പോഴും ഉയരുന്നത്. മുസ്തഫ ഖമേനിക്ക് അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റുവെന്നും അദ്ദേഹം കോമ സ്റ്റേജിലാണ് എന്നുമൊക്കെയായിരുന്നു വാർത്തകൾ പുറത്തു വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ പ്രമുഖ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് മറ്റൊരു വാർത്തയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. മുസ്തഫ ഖമേനി ഇപ്പോഴും അതീവ രഹസ്യമായി ചികിത്സയ്ക്ക് വിധേയനാകുന്നു എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. അദ്ദേഹത്തിന് ആക്രമണത്തിൽ ഗുരുതരമായി തന്നെയാണ് പരിക്കേറ്റിരുന്നത്. മുസ്തഫയുടെ മുഖത്തും ചുണ്ടിനും വളരെ ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റിരുന്നു. പ്ലാസ്റ്റിക് സർജറിയിലൂടെയാണ് അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന് ഒരു കാല് പൂർണ്ണമായും നഷ്ടപ്പെട്ട് കഴിഞ്ഞു. കൃത്രിമ കാൽ ഘടിപ്പിക്കാനുള്ള ശ്രമവും നടക്കുകയാണ്. ഏത് ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സയിൽ കഴിയുന്നത് എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. അതോ ഏതെങ്കിലും വീട്ടിൽ സുരക്ഷിതമായ സംവിധാനങ്ങൾ ഒരുക്കിയാണോ അദ്ദേഹത്തെ ചികിത്സിക്കുന്നത് എന്നും അറിയില്ല. മാത്രവുമല്ല, ഇറാനിലെ വളരെ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്നവരോ അതല്ലെങ്കിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ പ്രധാനപ്പെട്ട കമാൻഡർമാരോ ആരും തന്നെ അദ്ദേഹത്തെ ഇപ്പോൾ കാണാൻ ചെല്ലാറില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇസ്രായേൽ അവരുടെ ചാര സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ സന്ദർശിക്കാനെത്തുന്നവരെ ട്രാക്ക് ചെയ്ത് മുസ്തഫ ഖമേനിയെ ചികിത്സിക്കുന്ന സ്ഥലം കണ്ടെത്തി വീണ്ടും ആക്രമണം നടത്തുമോ എന്നുള്ള ഭയം കാരണമാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാട് അവരെല്ലാം സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇറാൻ പ്രസിഡന്റ് പെഷസ്കിയാൻ ഒരു പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധൻ കൂടിയാണ്. അദ്ദേഹം തന്നെയാണ് നേരിട്ട് ഈ മുസ്തഫയുടെ ചികിത്സയ്ക്കും മറ്റും മേലോട്ടം വഹിക്കുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. ഒപ്പം അവിടുത്തെ ആരോഗ്യമന്ത്രി, ഈ രണ്ടുപേരും മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, മുസ്തഫ ഖമേനിക്ക് ഇപ്പോഴും ബോധമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന് കാര്യങ്ങൾ തിരിച്ചറിയാനും മറ്റും കഴിയുന്നുണ്ട്. പക്ഷേ സംസാരിക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥയിലാണ്. കാര്യം മുഖത്തിനും ചുണ്ടിനുമൊക്കെ ഏറ്റവും ഗുരുതരമായ പരുക്കും അതിന്മേൽ നടക്കുന്ന ചികിത്സയുമൊക്കെ തന്നെയാണ് ഇതിന് കാരണം. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ടെലിവിഷനിലോ റേഡിയോയിലോ ഒന്നും തന്നെ പ്രത്യക്ഷപ്പെടാതിരിക്കുന്നത് എന്നാണ് ഈ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു സംഭാഷണമോ മറ്റോ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് മുസ്തഫയുടെ അനാരോഗ്യത്തെക്കുറിച്ചുള്ള കൃത്യമായ ചിത്രം ലോകത്തിന് ലഭിക്കുമെന്നും അത് ഇറാന് വലിയ തോതിലുള്ള തിരിച്ചടിയായി മാറാൻ സാധ്യതയുണ്ട് എന്നുമാണ് ഇറാനിലെ ഉന്നത തല വൃത്തങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. മാത്രമല്ല, ഇറാനിലെ ഉന്നത തലങ്ങളിൽ നിന്ന് ഇപ്പോൾ സന്ദേശങ്ങൾ കൈമാറുന്നതിനായി വളരെ പുരാതനമായ രീതിയിലുള്ള ഒരു രീതിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതായത് സന്ദേശങ്ങളെല്ലാം തന്നെ കടലാസിൽ എഴുതി ഒരു കവറിലിട്ട് ഭദ്രമായി സീൽ ചെയ്ത് അത് മോട്ടോർ സൈക്കിളിലോ കാറിലോ എത്തിക്കുക എന്നുള്ളതാണ് പുതിയ രീതി. അതല്ലാതെ മറ്റ് സാങ്കേതിക സംവിധാനങ്ങൾ വഴി സന്ദേശങ്ങൾ അയച്ചാൽ അമേരിക്കയുടെ ചാരസംഘടനയോ ഇസ്രായേലിൻ്റെ ചാരസംഘടനയോ അവയെല്ലാം തന്നെ പിടിച്ചെടുക്കും എന്ന് ഭയന്നാണ് ഇത്തരത്തിലുള്ളൊരു രീതി അവലംബിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അതേസമയം ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഇപ്പോഴും തുടരുക തന്നെയാണ്. ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കണമെന്ന ചൈനയുടെ ആവശ്യത്തിന്മേൽ അമേരിക്ക ഇനിയും പ്രതികരിച്ചിട്ടില്ല. കൂടാതെ ഇറാനിലേക്ക് വന്ന ചൈനീസ് കപ്പലിൽ നിറയെ ആയുധങ്ങളുണ്ടായിരുന്നു എന്നുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആരോപണത്തോട് ഇനിയും ചൈന പ്രതികരിച്ചിട്ടുമില്ല. നിലവിൽ യുദ്ധസമാനമായ അന്തരീക്ഷം തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷേ വെടിനിർത്തൽ കരാർ ഇപ്പോഴും നിലനിൽക്കുക തന്നെയാണ്. ഇറാൻ ഇനി അവരുടെ സമാധാന നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് വരുന്നത് വരെ ഈ വെടിനിർത്തൽ തുടരും എന്നാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിച്ച് കിട്ടിയാൽ മതി എന്നുള്ള മാനസികാവസ്ഥയിലാണ് അദ്ദേഹം എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ വെടിനിർത്തലിൻ്റെ ഫലമായി യുദ്ധം നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അമേരിക്കയ്ക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയോ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല എങ്കിൽ പോലും വെറുതെ ചെന്ന് തലവെച്ചു കൊടുത്തു എന്നാണ് അമേരിക്കക്കാർ തന്നെ ഇപ്പോൾ ഇക്കാര്യത്തിൽ ഡൊണാൾഡ് ട്രംപിനെ കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ മുസ്തഫ ഖമേനി എന്നാണ് ആശുപത്രി വിട്ട് പുറത്തു വരുന്നത് എന്നുള്ള കാര്യം ആർക്കും വ്യക്തമല്ല. വന്നാൽ തന്നെ അദ്ദേഹത്തിന് കാര്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യാൻ കഴിയുമോ, അതോ അവിടെയും പ്രോക്സി ഭരണം നടക്കുമോ, അതോ IRGCയുടെ തലപ്പത്തിരിക്കുന്നത് തന്നെ ആയിരിക്കും രാജ്യത്തെ ഭരണകാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ളൊരു ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്. ഏതായാലും ഇനിയും എത്രയോ നാളുകൾ എടുത്താൽ മാത്രമേ മുസ്തഫ ഖമേനിക്ക് ചികിത്സ പൂർത്തിയാക്കി പുറത്തു വരാൻ കഴിയുകയുള്ളൂ. എങ്കിൽ പോലും അദ്ദേഹത്തിന് കൃത്രിമ കാലുമായി തന്നെ ജീവിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഈ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.